ഹായ് ഫ്രണ്ട്സ്, റോൾ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെന്ന് ചെയ്യാൻ വെച്ചാൽ ഈ ക്ലാസിക് 500ന്റെ റിയർ എംസിക്കിറ്റി കംപ്ലൈന്റ് ആണ്. കസ്റ്റമറിനോട് പറയുന്നത് ബ്രേക്ക് ചവിട്ടിയാലും വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുക. ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അവിടെ നീ സ്റ്റോപ്പ് ആവേണ്ടതാണ്. ഇത് ബ്രേക്ക് ചവിട്ടിയാലും നീങ്ങിക്കൊണ്ടിരിക്കുക. അതെന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കസ്റ്റമറാണെന്ന് വെച്ചാൽ ബ്രേക്ക് ഇങ്ങനെ വണ്ടി കറങ്ങുമ്പോഴും ബ്രേക്ക് അപ്ലൈ നേരത്ത് വീല് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്, ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ട്, വീല് എന്നിട്ട് ഇത് കണ്ടോ കറങ്ങിക്കൊണ്ടിരിക്കുക. സ്റ്റോപ്പാവുന്നില്ല, കണ്ട കറങ്ങിക്കൊണ്ടിരിക്കുക. ഇത് ടൈറ്റായിട്ട് നിൽക്കേണ്ടതാണ്. ഇപ്പം ചെറിയൊരു പിടുത്തം മാത്രമേ ഉള്ളൂ, ഇത് ഫുള്ളായിട്ട് താഴേക്ക് പോവുക. പിന്നെ മെയിനായിട്ട് കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ എം സി കിറ്റി കംപ്ലൈൻ്റ് ആയിട്ടാണ്. വന്നിരിക്കുന്നത്. ഇതിവിടെ ഈ 210 വോൾട്ട് വെച്ചാൽ എം സി കിറ്റി നമുക്ക് ഊരെടുക്കാം. അതിൻ്റെ എം സി കിറ്റി വരുന്നതെന്ന് വെച്ചാൽ കമ്പനി എം സി കിറ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കമ്പനി എം സി കിറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 300 രൂപയാണ് റിയർ എം സി കിറ്റ്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് മാറി നോക്കാം. അപ്പോൾ നമ്മൾ റിയർ എം സി കിറ്റ് അഴിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ചെറിയൊരു അഴുക്കൊക്കെ ഉണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനകത്ത് തേയ്മാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഇതിൻ്റെ മാസ് സിലിണ്ടർ മാറേണ്ടതേ ഉള്ളൂ. ഇതിനകത്ത് പോയേക്കണെന്ന് വെച്ചാൽ ഈ എം സി കിറ്റാണ് പോയേക്കണത്. ഇതാണ് എം സി കിറ്റിന്റെ അകത്ത് തന്നെ ഒരു ബുഷാണ്. പിന്നെ ഇതിന്റെ ഒരു സ്പ്രിങ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ എം സി കിറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ മെയിനായിട്ട് കാരണം വെച്ചാൽ ഈ റബ്ബർ തേയ്മാനവും പിന്നെ ഇതിൽ പൊട്ടല ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ബ്രേക്ക് അപ്ലൈ ആവില്ല. എം സി കിറ്റ് വെറുതെ താഴേക്ക് പോകും, ബ്രേക്ക് ഔട്ടും വെറുതെ പെടല് താഴേക്ക് പോകും. ഇതൊക്കെ തുരുമ്പായിട്ട് അത് കംപ്ലൈന്റ് ആയിട്ടാണ്. മെയിനായിട്ട് ഈ സാധനം കംപ്ലൈന്റ് ആയിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മാറാൻ മെയിനായിട്ടുള്ള കാരണം, കംപ്ലൈന്റ് വരാനുള്ള കാരണം ഇതാണ്. ഇതിനകത്ത് ഒരു ഓറിങ്ങും വരും. ഇത് ആദ്യം ഇതിന്റെ അകത്താണ് വരുന്നത്. ഇതിലെ മാസ് സിലിണ്ടറിന്റെ അകത്താണ് ഈ ഓറിങ് വരുന്നത്. കാരണം വെച്ചാൽ ഫ്ലൂയിഡ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഓറിങ് ഇടുന്നത്. ഈ ഓറിങ് ഇട്ട ശേഷം മാത്രമേ നമുക്ക് ഈ വൈറ്റ് കളറുള്ള ഒരു ബുഷ് ഇടാൻ പാടുള്ളത്. ഇതിന്റെ അകത്താണ് എം സി കിറ്റ് വർക്ക് ചെയ്യണത്. ഈ ഓറിങ് ഇട്ട ശേഷം മാത്രമേ ഈ ഇതിടാൻ പാടുള്ളൂ. ഇത് ഇട്ടിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് ഇത് അഴിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഡാമേജ് ആവുകയുള്ളൂ. രണ്ടാമത് അഴിഞ്ഞ് പോലുമില്ല. ഫുൾ ടൈറ്റായിട്ട് ഇത് നിൽക്കുള്ളൂ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇതാണ് ഇതിന്റെ മെയിനായിട്ടുള്ള കംപ്ലൈന്റ്. നമുക്ക് ഒന്ന് പുതിയത് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ എം സി കിറ്റ് മാറിയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഒന്ന് നോക്കാം. ഇപ്പോൾ നല്ല ടൈറ്റായിട്ട് വെക്കണ ബ്രേക്ക്, നല്ല പ്ലേ ഉണ്ട്, അതിനനുസരിച്ചുള്ള പ്ലേ ഉണ്ട്. വീല് കറങ്ങണ്ട നോക്കാം. വീല് കറങ്ങുന്നില്ല ഗൈസ്. നല്ല ബ്രേക്ക് ഇപ്പോൾ ആയിട്ടുണ്ട്. ബ്രേക്ക് നല്ലോണം വന്നിട്ടുണ്ട്. ഇപ്പം നല്ല ബ്രേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. മെയിനായിട്ടുള്ള കംപ്ലൈൻറ്റ് നമ്മുടെ എം സി കിറ്റ് കംപ്ലൈൻറ്റ് ആണ്. എം സി കിറ്റിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ബ്രേക്ക് അപ്ലൈ കഴിഞ്ഞത്. ഇത് താഴെ എം സി കിറ്റ് കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ ഈ പെഡൽ ഫുള്ളായിട്ട് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ബ്രേക്കും കിട്ടില്ല. സ്പീഡിലൊക്കെ പോകണമെങ്കിൽ ബ്രേക്ക് ഔട്ട് ആയത് പെട്ടെന്ന് കിട്ടുകയുമില്ല. എം സി കിറ്റാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കംപ്ലൈൻറ്റ് വന്നിരുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് ഇനി കാണാം. ബൈ.